സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. നമ്മൾ 2 ദിവസം പ്രതിഷ്ഠാദിനമായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ ഒരു വീഡിയോ പോലെ പറയാം എന്ന് വിചാരിച്ചു. ഇത് കാച്ചറങ്ങാട്ട് ടെമ്പിളാണ്. ഇത് കാച്ചറങ്ങാട്ട് ടെമ്പിൾ കോട്ടപ്പടി എന്ന് പറയുന്ന ഗുരുവായൂർ സ്ഥലത്ത് കോട്ടപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കാച്ചറങ്ങാട്ട് ടെമ്പിൾ ഉള്ളത്. വിഷ്ണുവും ശിവനും മെയിനായിട്ടുള്ളതും പിന്നെ സർപ്പങ്ങളും അങ്ങനെ ഗണപതി, അയ്യപ്പൻ, പിന്നെ ഒരു ദുർഗ ഒക്കെ ഉള്ള ശാസ്താവ് ഒക്കെ ഉള്ള ഒരു ടെമ്പിളാണിത്. അപ്പോൾ മെയിനായിട്ട് വിഷ്ണുവും ശിവനാണ് ഉള്ളത്. അപ്പോൾ വിഷ്ണുവിൻ്റെ അവിടെ വെച്ച് വാരം ഇരിക്കുക എന്ന് പറയും. അത് വൈകുന്നേരമാണ്, തലേ ദിവസം വൈകുന്നേരമാണ് ഇത് ചെയ്യുക. ഇത് ഒരു 5 or 6 പീപ്പിളാണ് നമ്പൂരി കുട്ടികൾ. അവരിങ്ങനെ ഓത്ത് ചെല്ലണം, ഓത്ത് എന്ന് പറയും. ഓത്ത് ചെല്ലിയിട്ട് ഇരുന്ന് അത് അതിൻ്റെ റിച്വലാണത്. അത് കൂടുതൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിലും ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പോൾ അത് രാത്രി ആണ് അത് ചെയ്യുക. അതോടുകൂടി സർപ്പബലി, പിന്നെ അങ്ങനെ വിശിഷ്ട പൂജകൾ, ചെറിയ അമ്പലത്തിലുള്ള പ്രതിഷ്ഠകൾക്ക് പൂജകൾ, പിന്നെ നേദ്യം ഒക്കെ ഉണ്ടാവും. അപ്പം ഇത് രാത്രിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അമ്പലത്തിൽ പൊതുവേ രാത്രിയിൽ ഇതൊക്കെ പ്രതിഷ്ഠാ ദിനത്തിനാണ് അധികവും നമ്മൾ കണ്ടേക്കണത്. ഇത് എൻ്റെ അമ്പലം ആണ്, തറവാട്ടമ്പലമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ഇത് കൂടാൻ വേണ്ടിയിട്ട്. ഇത് അടുത്തുള്ള വേദം പഠിക്കുന്ന പിള്ളേരുണ്ട്, അവർ നമ്പൂരിമാരെ വന്നിട്ട് ചെയ്യുന്നതാണ്. സോ ആക്ച്വലി ദേ ആർ ട്രെയിൻഡ്, ദേ ആർ ഓൾവേസ് ദേ ഡൂ ദിസ്. അത് അവരുടെ ഒരു ആചാരപ്രകാരം അവരുടെ ഫാമിലി ആയിട്ട് കിട്ടിയ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അത് അവർ അത് നിലനിന്ന് അത് കറണ്ട് ജനറേഷൻ അത് ഏറ്റെടുത്ത് ചെയ്യണം. സോ ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു സീ സ്മോൾ, അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ ജനറേഷൻ ഇതും ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് കാണുമ്പോൾ. അതെങ്കിൽ പിന്നെ ഇത് അമ്പലത്തിൻ്റെ തന്നെ സൈഡിലൊക്കെ പൂജ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ സെൽഫിയൊക്കെ എടുത്തു. നമുക്ക് അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ, ബിക്കോസ് ഈ പൂജകളും ഇതൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ആചാരപ്രകാരം നമ്മൾ അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഊണ് കഴിക്കാൻ സമയത്തൊക്കെ, ഊണ് കഴിക്കണതും അതെ ഇങ്ങനെയാണ്. ഊണ് കഴിക്കണതിന് മുന്നേ ഇവർ 2 പേര് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, ഐ തിങ്ക് ശ്ലോകങ്ങൾ തന്നെയാണ്, വേദമന്ത്രങ്ങളാണ്. ആൻഡ് ടു ഗെറ്റ് സം കൈൻഡ് ഓഫ് എ കോൺസെൻട്രേഷൻ, അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്. ഇത് നമ്മുടെ പ്രതിഷ്ഠാ ദിനം, അത് ഇന്നലെയായിരുന്നു. അപ്പോൾ അതിൻ്റെ കലശാഭിഷേകം ഉണ്ട്. അപ്പോൾ ആ കലശാഭിഷേകത്തിൻ്റെ മുന്നേ ആ കലശങ്ങളൊക്കെ നമ്മൾ പൂജ ചെയ്ത് അങ്ങനെ. പിന്നെ മൃത്യുഞ്ജയ ഹോമം ഉണ്ടായിരുന്നു, ഗണപതി ഹോമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ അഭിഷേകം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ പലതരത്തിലുള്ള എന്താ പറയുക കലശങ്ങൾ, നമ്മൾ നവധാന്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഇതുണ്ടാവുള്ളൂ. വെള്ളം മാത്രമല്ല, പാല്, തൈര് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ മിശ്രിതമായിട്ടുള്ള അതിനെ ഒന്നും കൂടെ പൂജ ചെയ്തിട്ട്, അത് ആദ്യം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ള പൂജ, പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഇതിൽ തൈരും ഇതൊക്കെ പാലൊക്കെ ഒഴിച്ചിട്ടുള്ള പൂജ. അപ്പം അത് പൂജ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ അഭിഷേകം ചെയ്യണത്. അപ്പോൾ ഇത് അത് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പ്രദക്ഷിണം വെക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ശിവൻ്റെ സൈഡിലും, ഇത് ശിവൻ്റെ സൈഡാണ്, അപ്പോൾ ശിവൻ്റെ സൈഡിലും അത് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ ഒരു ആൽമരമുണ്ട്. സോ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. സോ ഐ തോട്ട് ഓഫ് ഇല്ലസ്ട്രേറ്റിംഗ് ഇറ്റ്. അപ്പോൾ അതൊരു കുട്ടി ഇല്ലസ്ട്രേഷനായിട്ട് ഞാൻ ഇതൊക്കെ എല്ലാം കഴിഞ്ഞപ്പോൾ വന്ന് ചെയ്തു. അതിൻ്റെ കൂടാണ്ട് സദ്യകളും ഉണ്ടായിരുന്നു, അത് അന്നദാനം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് വിശേഷങ്ങൾ. ആൻഡ് ദെൻ നെക്സ്റ്റ് മന്ത് നമുക്ക് ഒരു സ്റ്റോൾ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദോസ് അപ്ഡേറ്റ്സ്. So I hope you like this video. Thank you for joining me into this kutti video.